സംസ്ഥാനത്ത് വന്യമൃഗ ആക്രമണം രൂക്ഷമായിരിക്കുന്നുവെന്ന് മന്ത്രി ടി സിദ്ദിഖ്. രണ്ടാം ഘട്ട ഉന്നതതല യോഗം ഇന്ന് 2 മണിക്ക് ചേരും. യോഗത്തിന് ശേഷം വനംവകുപ്പ് മന്ത്രിയുമായി കൂടിയാലോചിച്ച് സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യും. അതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ വയോധികൻ മരിച്ച സംഭവത്തിൽ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് മന്ത്രി 24നോട്. കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖാണ് 24നോടൊപ്പം ചേരുന്നത്. സിദ്ദിഖ, ഇന്നിപ്പോൾ ഉന്നതതല യോഗം ചേരുകയാണ് 2 മണിയോടുകൂടി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മേപ്പാടിയിൽ സ്ത്രീയെ ആക്രമിച്ചതിന് പിന്നാലെ ഏറ്റവും ഒടുവിൽ അതിരപ്പള്ളിയിലും ആ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന അതിപ്രധാനമായ യോഗമാണ്. ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള യോഗം രാവിലെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഉൾപ്പെടെ ഉള്ള ആളുകളുമായി ബന്ധപ്പെട്ടതായ മീറ്റിംഗാണ് രണ്ടാമത്തെ മീറ്റിംഗ് ഏകദേശം അറൗണ്ട് 2 മണിയോടുകൂടി നടക്കും. അപ്പോൾ അത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നിലവിൽ ഫേസ് ചെയ്യുന്നത്, ആ ബുദ്ധിമുട്ടുകൾ മുഴുവൻ തരണം ചെയ്യാൻ ആവശ്യമായ നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആ മീറ്റിങ്ങിലുണ്ടാവും, നടപടികൾ ആ മീറ്റിങ്ങിലുണ്ടാവും. ആ മീറ്റിങ്ങിനെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. അതിരപ്പള്ളിയിലെ ആക്രമണം എന്ന് പറയുന്നത് കൃഷിനാശം വരുത്താനെത്തിയ കാട്ടാനെ തുരത്തുന്നതിനിടെയാണ് ഉണ്ടായത്. അപ്പോൾ ഇനിയും ആന വരുമോ, കൃഷിനാശം ഉണ്ടാകുമോ എന്നുള്ള പേടിയൊക്കെ പ്രദേശവാസികൾക്ക് ഇനിയുണ്ട്. വലിയ പ്രതിഷേധം, ഹർത്താൽ. തീർച്ചയായിട്ടും കൃഷിയിൽ നിന്ന് ആളുകൾ പടിയിറങ്ങുകയാണ്. അപ്പോൾ ഉണ്ടായിരിക്കുന്ന അവർ വളർത്തിക്കൊണ്ടുവരുന്നതായിരിക്കുന്ന കാർഷിക വിളകളും കൃഷിഭൂമിയിലും വന്യമൃഗ ആക്രമണം രൂക്ഷമായി കുറേ കാലമായി നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ രൂക്ഷത, അതിൻ്റെ പ്രയാസം, കെടുതികൾ നേരിടുന്നതായിരിക്കുന്ന കർഷകർ, അവരുടെ പ്രയാസങ്ങൾ വിവരണാതീതമാണ്. സ്വാഭാവികമായും അവിടെ അവരുടെ കോമ്പൻസേഷനും അനുബന്ധ കാര്യങ്ങളുമൊക്കെ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. അതിൽ പോരായ്മ കർഷകർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി സർക്കാർ തലത്തിൽ ആലോചനയുണ്ടാവും. ഇന്നത്തെ യോഗത്തിന് ശേഷം വനംവകുപ്പ് മന്ത്രിയുമായി ഒരു കൂടിയാലോചന. ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വനമന്ത്രിയായിട്ട് 3 തവണ ഫോണിലൂടെ സംസാരിച്ചു, ഇന്നലെ നേരിട്ട് കണ്ട് സംസാരിച്ചു. ഇന്നത്തെ മീറ്റിംഗിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തന്നെ വരാം എന്ന് അദ്ദേഹമാണ് പ്രപ്പോസൽ വെച്ചത്. ആ മീറ്റിംഗിന് ശേഷം വനമന്ത്രിയായിട്ട് സംസാരിച്ച് തുടർ നടപടികളെക്കുറിച്ച് ആലോചിക്കും. അതുതന്നെയാണ് ഇന്നിപ്പോൾ 2 മണിക്ക് ചേരുന്ന യോഗമാണ്. ആ യോഗത്തിന് ശേഷം വനംവകുപ്പ് മന്ത്രിയുമായും കൂടിയാലോചനയ്ക്ക് ശേഷം കൂടുതൽ തീരുമാനങ്ങളിലേക്കും നടപടികളിലേക്കും എത്തുമെന്ന് കൂടിയാണ് കൃഷിമന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിരപ്പള്ളിയിലെ ആക്രമണത്തിൽ വേണ്ട നടപടികളും അവർക്ക് വേണ്ട കോമ്പൻസേഷനുകളും ഒക്കെ തന്നെ നൽകുമെന്നുള്ളതും കൂടി മന്ത്രി വ്യക്തമാക്കുന്നു. ക്യാമറാമാൻ മനു ദാമോദരനൊപ്പം കാളിദാസൻ ദേവദത്തം, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.